2023-24 വർഷത്തെ SSLC ഫലപ്രഖ്യാപനം മെയ് 8 നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മെയ് 9 +2 ഫലപ്രഖ്യാപനവും ഉണ്ടാകും. 2023-24 അക്കാദമിക വർഷത്തെ SSLC, THS, SLC, AHSLC-യുടെ ഫലപ്രഖ്യാപനം മെയ് 8 വൈകുന്നേരം 3 മണിക്ക് നടത്തും. ഹയർ സെക്കൻഡറി 2023-24 അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 9 വ്യാഴാഴ്ച 3 PM നടത്തും. കഴിഞ്ഞ വർഷം മെയ് മാസം 25-നാണ് ഫലപ്രഖ്യാപനം നടന്നത്. ഈ വർഷം മെയ് 10-നകം തന്നെ ഫലപ്രഖ്യാപനം നടത്താനായത് കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും ഫലമായാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനവും മെയ് 9 3 മണിക്ക് തന്നെ നടക്കും. 3 PM. മനസ മനോജ് ചേരുകയാണ്. മനസ, മുൻവർഷത്തേക്കാൾ അപേക്ഷിച്ച് കുറച്ച് നേരത്തെയാണ് ഫലപ്രഖ്യാപനം മനസ്സിലാകുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്? മാതിരി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻവർഷത്തേക്കാൾ വളരെ വേഗത്തിൽ തന്നെയാണ് ഇത്തവണ SSLC +2 വിഭാഗത്തിന്റെ ഫലപ്രഖ്യാപന തീയതി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും മെയ് മാസം 8-ന് 3 മണിക്കാണ് SSLC വിഭാഗത്തിന്റെ ഫലപ്രഖ്യാപനം നടത്തുക. അതോടൊപ്പം തന്നെ ഈ SSLC പരീക്ഷ ഇത്തവണ എഴുതിയത് ആകെ 4,27,105 വിദ്യാർത്ഥികളാണെന്നും മിനിസ്റ്റർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഒട്ടാകെ 70 ക്യാമ്പുകളിലായി 10,863 അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഏപ്രിൽ 3 മുതൽ 20 വരെ 14 ദിവസങ്ങളിലായാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയതെന്നും മന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഈ ടാബുലേഷൻ അതോടൊപ്പം തന്നെ ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാ ഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം നടത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നും മന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പരീക്ഷാ ഫലപ്രഖ്യാപനവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 9 വ്യാഴാഴ്ചയാണ് ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ഇതും 3 മണിക്ക് തന്നെയായിരിക്കും നടക്കുക എന്നും മന്ത്രി സൂചിപ്പിച്ചു. കഴിഞ്ഞ വർഷം മെയ് 25-നാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഈ വർഷം അത് മെയ് 10-നകം തന്നെ ഫലപ്രഖ്യാപനം നടത്താനായത് കൃത്യമായ ആസൂത്രണത്തിന്റെയും ഒപ്പം നിർവഹണത്തിന്റെയും ഫലമായാണ് എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. അതിനിടയിലാണ് ഈ ഏപ്രിൽ 3 മുതൽ 24-ാം തീയതി വരെയാണ് ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മൂല്യനിർണ്ണയം നടന്നത്. +1, +2 പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ആകെ മൊത്തം 77 ക്യാമ്പുകളിലായി 25,000-ഓളം അധ്യാപകരായിരുന്നു പങ്കെടുത്തത്. ഈ +2 പരീക്ഷാ ഫലം വരുന്ന ആ ഒരു ദിവസം തന്നെയാണ് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പരീക്ഷാ ഫലപ്രഖ്യാപനവും എന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെയ് 9-ന് 3 മണിക്ക് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെയും ഫലപ്രഖ്യാപനം ഉണ്ടാവുന്നതായിരിക്കും. ആതിര. ശരി, മനസ മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.